ക്ഷേത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ്. MJ ഓട്ടോമൊബൈൽസ്, തിരുവനന്തപുരം റോഡ്, കാട്ടാക്കട. ആദ്യ ദ്രാവിഡ സംസ്കാരത്തിന്റെ ആചാര പ്രമാണങ്ങൾ അതേപടി പിന്തുടർന്നു പോരുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഉത്തരംകോട് അരുവിമൂപ്പത്തിയമ്മ ക്ഷേത്രം. പ്രാചീന ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം നാടിന് നന്മയുടെ വെളിച്ചമായി നിലകൊള്ളുകയും ചെയ്യുന്ന ദേവസ്ഥാനം കൂടിയാണിത്. തലമുറകളായി കൈമാറി വന്ന വിശ്വാസവും ആചാര പ്രമാണങ്ങളും മഹത്തായ ഒരു സംസ്കാരത്തിന്റെ തിരിശേഷിപ്പുകളായി ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. അരുവിമൂപ്പത്തിയമ്മയുടെയും തമ്പുരാന്റെയും കാലാട്ട് തമ്പുരാന്റെയും പരിവാരങ്ങളുടെയും ശക്തി ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായി ആണ്ടുതോറും വിശാഖ മഹോത്സവം നടത്തുന്നു. 2025 മാർച്ച് 19, 20, 21 തീയതികളിലായിട്ടാണ് ഈ വർഷത്തെ വിശാഖ മഹോത്സവം നടക്കുന്നത്. ഉത്സവത്തലേന്ന് മലദൈവങ്ങളെ ചാറ്റുപാട്ടുപാടി ശുദ്ധിയാക്കുന്നു. അതിനുശേഷം രാവിലെ പൊങ്കാലയോടുകൂടിയാണ് ഇവിടെ ഉത്സവം തുടങ്ങുന്നത്. 3 ദിവസത്തെ ഉത്സവം ഗുരുസിയോടെ സമാപിക്കും. ക്ഷേത്രോത്സവത്തിന്റെ മറ്റ് ഭക്തി നിർഭരമായ ദൃശ്യങ്ങൾ ഇനി കാണാം. ഗണപതിയേ സരസ്വതിയേ നല്ലമ്പേ നീലമ്പേ കൊക്കരവാദ്യത്താലെ വായ്ക്കുരവ മേളത്താലെ ഈ പാട്ടിനു കൂടെ ഇരിക്കണ ഗണപതിയേ സരസ്വതിയേ നല്ലമ്പേ നീലമ്പേ. കൈലാസനാഥനീശൻ പണ്ടാര തമ്പുരാനായി പാരിലവതരിച്ച കാലം സഖ്യന്റെ മടിത്തട്ടിൽ മൂപ്പന്റെ മകളായി പാർവതി അരുവിയായി അവതരിച്ചു. കരിനാഗ പുലികളെ ഒരു ചിരിയാൽ വരുതിയിലാക്കി അഴകാർന്ന കാർക്കൂന്തൽ ചെമ്പരത്തി പൂവും ചൂടി കരനെല്ല് കൊയ്തു വരുന്നവൾ കാട്ടുമക്കട ചുന്തക്കാരി വൈദ്യശിരോമണി പൊന്നരുവി. ശ്രീ പത്മനാഭന് നീർച്ച കൊടുക്കുവാൻ കാട്ടുവഴി കടന്ന് വന്ന തമ്പുരാൻ മൂപ്പന്റെ കുടിലിൽ വിശ്രമം കൊള്ളുമ്പോൾ മൂപ്പന്റെ മകൾ ഹൃത്തിൽ ഇടം പിടിച്ചു. കുരുന്തരക്കുണം ശ്രീ അരുവിമൂപ്പത്തിയമ്മ ക്ഷേത്രത്തിലെ 2025 വിശാഖ മഹോത്സവം രാവിലെ ഗണപതി ഹോമം, പ്രഭാത പൂജ, ഇപ്പോൾ പൊങ്കാല, അത് കഴിഞ്ഞ് അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവം വൈകുന്നേരം കൊടുതിയും ഭജനയും അതുപോലെ തന്നെ നാടൻപാട്ടും ഉണ്ട്. 20-ാം തീയതി ശത്രുസംഹാര പൂജ ഉച്ചയ്ക്ക്, അത് കഴിഞ്ഞ് വൈകുന്നേരം കൊടുതി, അത് കഴിഞ്ഞ് കുട്ടികളുടെ കലാപരിപാടികൾ. 3-ാം ദിവസം വൈകുന്നേരം ഘോഷയാത്രയും താലപ്പൊലി ഘോഷയാത്ര വാഴപ്പള്ളിയിൽ നിന്ന് തുടങ്ങി ചപ്പാത്ത്, മലവിള, ശംഭുതാങ്ങി, പാങ്കാവ് വഴി തിരികെ ക്ഷേത്രത്തിലെത്തുന്നു. അത് കഴിഞ്ഞ് ഗാനമേളയുണ്ട്, ക്ഷേത്ര ചടങ്ങുകളായ പൂപ്പട, അങ്ങനെ മറ്റ് വിളക്ക് കെട്ട് എല്ലാ പരിപാടികളുമുണ്ട്. ഈ ഉത്തരംകോട്, കുരുന്തരക്കോണം, വാഴപ്പള്ളി, ചപ്പാത്ത് എല്ലാ പ്രദേശങ്ങളും അമ്മയുടെ ഈ വിശാഖ മഹോത്സവം ഭംഗിയായി ആഘോഷിക്കുന്ന ഒരു സന്തോഷത്തിലാണ്. അതിന് എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉത്തരംകോട് കുരുന്തരക്കോണം ശ്രീ അരുവിമൂപ്പത്തിയമ്മ ക്ഷേത്രത്തിൻ്റെ വിശാഖ മഹോത്സവമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രം ഇത്രയും വലിയ ഒരു മഹാക്ഷേത്രമാവുന്നതിന് മുമ്പ് ഇവിടെ അറിയപ്പെട്ടിരുന്നത് കുരുന്തരക്കോണം തെക്കത് എന്നാണ്. പണ്ടുകാലത്ത് പൂർവ്വന്മാർ, ആദിവാസികളായവരും നാട്ടുകാരുമൊക്കെ ചേർന്ന് നടത്തിയിരുന്ന കൊടുതിയായിരുന്നു ഈ നാടിൻ്റെ പ്രധാന ഉത്സവം.
കോഴിയും കിടായും ഒക്കെ ബലി കൊടുത്ത് പൂജാതി കർമ്മങ്ങളൊക്കെ പഴയ രീതിയിലുള്ള പൂജാതി കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരമ്പലമായിരുന്നു. ഇന്ന് വൈദിക ആചാരപ്രകാരം പ്രതിഷ്ഠ നടത്തുകയും ഒരു ക്ഷേത്രമെന്ന സങ്കല്പത്തിലേക്ക് ഇത് മാറുകയും ചെയ്തു. ഞാൻ ഈ നടയിലെ ദീർഘകാലത്തെ ഒരു ഭക്തനാണ്. ഈ അരുവിമുപ്പത്തി നടയിൽ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ സത്യങ്ങൾ മാത്രം നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. ലക്ഷക്കണക്കിന് ഭക്തർ ഈ നടയിൽ വന്നു പോകാറുണ്ട്. അവരുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രാർത്ഥിച്ചാൽ നേടിക്കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് അരുവിമുപ്പത്തി ക്ഷേത്രം. ഇവിടെ അരുവിമുപ്പത്തി ക്ഷേത്രവും തമ്പുരാനും ഒരേ കണക്ക് ശക്തി പ്രാപിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ അധർമ്മത്തിന് ഒരു അർത്ഥവുമില്ല. ഇവിടെ ധർമ്മം മാത്രമാണ് വിജയിക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും നല്ല കാര്യങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ഭക്തനാണ്. എനിക്കതിൽ കൂടുതലുള്ള ഐശ്വര്യങ്ങളും കിട്ടുന്നുണ്ട്. എന്നെ കണക്കിന് ആയിരക്കണക്കിന് ഭക്തർ ഈ നടയിൽ വന്ന് അവരുടെ നല്ല കാര്യങ്ങൾ സാധിച്ചു പോകാറുമുണ്ട്. ഇനിയും അമ്മയെ കാണണം, അമ്മയോട് നല്ല കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എളിയ ഭക്തനാണ് ഞാൻ. അമ്മയെ ശരണം. ഞാൻ ദീർഘകാലമായി ഇവിടെ വരുന്ന ഒരു ഭക്തനാണ്. 10-25 വർഷത്തിന് പുറത്തായി. ഈ അഭീഷ്ട വരദാനിയായിട്ട് നമ്മുടെ ഈ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം അമ്മ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ മേഖലകളിൽ നിന്ന് ഈ നമ്മുടെ പഞ്ചായത്ത് വിട്ടിട്ട് നമ്മുടെ ജില്ലയ്ക്ക് അകത്തും പുറത്തുമായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലാവർക്കും അമ്മ അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. ഈ നാട്ടിന് ഒരു പരിധിവരെ ശാന്തി സമാധാനമായിട്ട് വിളങ്ങി നിൽക്കാൻ പറ്റുന്നത് അമ്മയുടെ അനുഗ്രഹമാണ്. ഇന്ന് പൊങ്കാല ദിവസമാണ്. ഇവിടെ വരാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. ക്ഷേത്രവിശേഷം വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി. വിദേശത്തും സ്വദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവിടെ നിന്നും പഠിക്കാം.